ഒരിക്കൽ ബ്രഹ്മാവ് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഭൂമിയിൽ ഒരു മനോഹരമായ പ്രദേശം കണ്ട് അവിടെ ഇറങ്ങി. അവിടെ അദ്ദേഹത്തിന് വൈഷ്ണവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിച്ചു അത്രേ. അങ്ങനെ ബ്രഹ്മാവ് വന്നിറങ്ങിയ മലകൾ ബ്രഹ്മഗിരിയായി എന്നാണ് ഐതിഹ്യം. ഈ ബ്രഹ്മഗിരി നിരകളുടെ താഴ്വാരത്ത് ഒരു കുന്നിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. തെക്കൻ കാശി, ദക്ഷിണ ഗയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രത്തിലെ പാപനാശിനി പിതൃബലി തർപ്പണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ്. വൈഷ്ണവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ആ സ്ഥലത്ത് ബ്രഹ്മാവ് ധ്യാനത്തിനിരിക്കുകയും പിന്നീട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു നെല്ലിമരത്തിൽ നിറയെ കായകളുമായി നിൽക്കുന്നത് കണ്ട അദ്ദേഹത്തിന് ഈ നെല്ലിയിലാണ് വൈഷ്ണവ ചൈതന്യം എന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ മഹാവിഷ്ണു ബ്രഹ്മാവിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു താൻ ഇവിടെ കുടികൊള്ളുകയാണെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കാശിയിലെത്തിയതിന്റെ പുണ്യം സിദ്ധിക്കുമെന്നും ഇവിടെ പിണ്ടകർമ്മങ്ങൾ ചെയ്താൽ ഗയാശ്രാദ്ധം ചെയ്തതിന്റെ ഫലം ലഭിക്കുമെന്നും പറഞ്ഞു. തിരുനെല്ലി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ബ്രഹ്മാവാണ് എന്നാണ് വിശ്വാസം. ഇന്നും അത്താഴ പൂജയ്ക്ക് ശേഷം ബ്രഹ്മദേവനെ പൂജിക്കാനായി പൂജാദ്രവ്യങ്ങൾ ശ്രീകോവിലിൽ ഒരുക്കി വയ്ക്കുന്ന പതിവുണ്ട്. വിഷ്ണു സാന്നിധ്യം നെല്ലിമരത്തിൽ കണ്ടതിനാൽ ഈ ക്ഷേത്രത്തിന് ആമലക ക്ഷേത്രം എന്നൊരു പേരും കൂടിയുണ്ട്. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ പണിതീരാത്ത കൽമണ്ഡപം. ഭൂതഗണങ്ങൾ പണിതതാണെന്നും പുലർകാലമായപ്പോഴേക്കും പണി തീരാതെ വന്നപ്പോൾ പണി നിർത്തിപ്പോയതാണെന്നുമെല്ലാം ഐതിഹ്യമുണ്ടെങ്കിലും ഇതിനു പിന്നിൽ വിശ്വസനീയമായ ഒരു ചരിത്രമുണ്ട്. ബ്രഹ്മഗിരി മലകളുടെ അപ്പുറത്ത് കർണാടകത്തിലെ കുടക് ദേശമാണ്. പണ്ട് കുടക് ഭരിച്ചിരുന്ന രാജാവ് മലകൾ കടന്ന് ഇവിടെ എത്തുകയും ഇവിടുത്തെ വൈഷ്ണവ സാന്നിധ്യം മനസ്സിലാക്കി ഒരു ക്ഷേത്രം പണിയണമെന്ന് തീരുമാനിക്കുകയും അതിനായി കുടക് ദേശത്തു നിന്ന് തന്നെ വേണ്ടുന്ന സാധനങ്ങൾ കൊണ്ടുവരികയും ക്ഷേത്രം പണി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ക്ഷേത്രം പണി പുരോഗമിക്കുമ്പോൾ ഇവിടെ ക്ഷേത്രം പണിയുന്ന വിവരം വയനാട് ഭരിച്ചിരുന്ന രാജാവ് അറിയുകയും തന്റെ അനുമതി വാങ്ങാതെ ക്ഷേത്രം പണിതതിന് കുടക് രാജാവുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും തന്റെ അനുമതി വാങ്ങിയിട്ട് തുടർന്ന് പണിതാൽ മതി എന്ന് പറയുകയും ചെയ്തു. അത് കുടക് രാജാവിനെ അംഗീകരിക്കാൻ പറ്റാത്തതിനാൽ അദ്ദേഹം പണി അവിടെ വെച്ച് അവസാനിപ്പിച്ച് മടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. ഈ ചരിത്രം സത്യമാണെന്ന് വിശ്വസിക്കപ്പെടാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്തെന്നാൽ ഈ ക്ഷേത്രം പണി തീർക്കാൻ സാധിക്കാത്തതിനാൽ കുടക് രാജാവ് കുടക് ദേശത്ത് പണി തീർത്ത ക്ഷേത്രമാണ് ഇഗുതപ്പ ക്ഷേത്രം. ഈ ക്ഷേത്രവും തിരുനെല്ലി ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ളതിനാൽ ഈ കഥയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ കരിങ്കൽ പാത്തി. തിരുനെല്ലി ക്ഷേത്രത്തിന് ചുറ്റും വറ്റാത്ത നീരുറവകൾ കുറെയുണ്ടെങ്കിലും ക്ഷേത്രാവശ്യങ്ങൾക്ക് പോലും ജലത്തിന്റെ ലഭ്യത വളരെ കുറവായിരുന്നു. അതിനു കാരണം ജലം ക്ഷേത്രത്തിന്റെ സമീപത്തേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഒരിക്കൽ ചിറക്കൽ രാജാവിന്റെ പത്നി വാരിക്കര തമ്പുരാട്ടി ക്ഷേത്ര ദർശനത്തിനെത്തുകയും ദർശനത്തിന് ശേഷം ദാഹശമനത്തിന് അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ശാന്തിക്കാരൻ തമ്പുരാട്ടിയോട് വിശദീകരിക്കുകയും ചെയ്തു. ഇതു കേട്ട തമ്പുരാട്ടി ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുകയുള്ളൂ എന്ന പ്രതിജ്ഞ ചെയ്ത് പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിലേക്ക് ജലമെത്തിക്കുന്നതിനായി കരിങ്കൽ പാത്തി നിർമ്മിച്ചു എന്നാണ് ചരിത്രം. ഇന്നും ഈ കൽപ്പാത്തിയിലൂടെ ജലം ഒഴുകുന്നത് കാണാം. തിരുനെല്ലി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന സവിശേഷതയായ പാപനാശിനിയിലെ പിതൃതർപ്പണത്തെ പറ്റി എല്ലാവർക്കും സുപരിചിതമായതിനാൽ അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. അപ്പോൾ മറ്റൊരു ക്ഷേത്രവുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.